മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ്. എടോ ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? എമ്പുരാൻ ഓടിയാലുണ്ട്, ഓടിയിലുണ്ട്, നിനക്കല്ല എന്ത് ഉണ്ടേ കിട്ടണം. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുറിപ്പേ. ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല, ചവിട്ടി ചുമരുമ പറ്റിച്ചാൽ. രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോണു. ഇത് വട്ട് തന്നെ മുഴുവട്ട്. എമ്പുരാൻ ഓടിയാലുണ്ട്, ഓടിയിലുണ്ട്, നിനക്കല്ല എന്ത് ഉണ്ടേ കിട്ടണം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ ഇറങ്ങാൻ പോവാൻ മാർച്ച് 27-ാം തീയതി എന്നിട്ട് രാവിലെ 6 മണിക്ക്. എമ്പുരാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, സൂപ്പർ പടമായിരിക്കും. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന അതോടെ അതിനുശേഷം തുടരും ലാലുകം തുടങ്ങാൻ പോവാണ്. ലാലേട്ടൻ അറടിക്കുകയാണ്. ലാലേട്ടൻ അറടിക്കുകയാണ്. ഒരെണ്ണം കൊടുക്കട്ടെ സാറേ? നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമല്ല, മോഹൻലാലിനെ ഇഷ്ടമല്ല, ടോവിനോയെ ഇഷ്ടമല്ല. അതിന് നീ ഏതാണ്? ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. പക്ഷെ എന്നാൽ എമ്പുരാന് ട്രെയിലറിന് കുറ്റം പറയാനില്ല കേട്ടോ. മലയാളത്തിൽ അങ്ങനെ ഒരു ട്രെയിലർ മുമ്പ് കണ്ടിട്ടില്ല. അത്രയും ഒരു എന്താ പറയാ, പോസ്റ്റ് ട്രെയിലറാണ് കേട്ടോ, സൂപ്പർ ട്രെയിലറാണ്. ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. സത്യത്തില് നീ ആരാ? സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. പടം ഇനി എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയത്തില്ല. ചില പടത്തിന്റെയൊക്കെ ട്രെയിലർ ഭയങ്കര സംഭവമാണെങ്കിലും പടമൊക്കെ നല്ല 8 നില പൊട്ടാറുണ്ട്. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. എമ്പുരാൻ എനിക്ക് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഇതിലെങ്കിലും ഓക്കെ ആയാ മതിയായിരുന്ന മക്കളെ. പിന്നെ ഈ ട്രെയിലർ കണ്ട് ഞാൻ ഒരു സിനിമയെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളല്ല. വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആവോ? കുഞ്ഞാലി മരക്കാരൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇതേണക്ക് എടുത്തു വെച്ച് പോയിരുത്തിയിട്ട് പിന്നീട് ഇതേ ആൾക്കാർ തന്നെ തിരിച്ച് തെറി വിളിച്ച് നടക്കുന്നുണ്ട്. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ പോയി. ഞാൻ പോകുന്നു. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.